ഇരുട്ടുനിറഞ്ഞ വലിയ ഭക്ഷണശാലയിൽ പന്തങ്ങളുടെ വെളിച്ചം മങ്ങിക്കത്തിനിന്നു. ദ ട്വിൻസിലെ ആ വലിയ ഹാളിൽ ഫ്രേകൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. ഉയർന്ന ഇരിപ്പിടത്തിൽ വാൾഡർ ഫ്രേ ഇരിക്കുന്നുണ്ടായിരുന്നു. വാൾഡർ ഫ്രേ തന്റെ കൈയിലുള്ള വീഞ്ഞ് മേശപ്പുറത്ത് 2 തവണ ശക്തിയായി ഇടിച്ചു. ആ വലിയ മുറി പെട്ടെന്ന് നിശബ്ദമായി. എല്ലാവരുടെയും കണ്ണുകൾ അയാളിലേക്ക് തിരിഞ്ഞു. അയാൾ പതുക്കെ എഴുന്നേറ്റ് നിന്നു. നിങ്ങൾ എന്തിനാണ് ഞാൻ എല്ലാവരെയും ഇവിടെ വിളിച്ചുകൂട്ടിയത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും. നമ്മൾ അടുത്തിടെ ഒരു വലിയ വിരുന്നു നടത്തിയതേയുള്ളൂ. പഴയ വാൾഡർ എപ്പോഴാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ 2 വിരുന്നുകൾ നൽകിയിട്ടുള്ളത്? വാൾഡർ ഫ്രേ ചോദിച്ചു. അവിടെ കൂടിയിരുന്ന ഫ്രേകൾ എല്ലാവരും ഉറക്കെ ചിരിച്ചു. അവരുടെ ചിരി ആ വലിയ മുറിയുടെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. എന്റെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ റിവർലാൻഡ്സിന്റെ പ്രഭുവായിരിക്കുന്നതിൽ എന്താണർത്ഥം? അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. വാൾഡർ ഫ്രേ വീണ്ടും പറഞ്ഞു. എല്ലാവരും ആവേശത്തോടെ കൈയടിക്കുകയും മേശകളിൽ ശക്തിയായി ഇടിക്കുകയും ചെയ്തു. വാൾഡർ ഫ്രേ ഒരു സേവക്കാരിയെ നോക്കി വിരൽ ഞൊടിച്ചു. അവൾ വേഗത്തിൽ എല്ലാവർക്കും വിലയേറിയ വീഞ്ഞ് പകരാൻ തുടങ്ങി. ചെറിയവരായ എല്ലാവരെയും ഒഴിവാക്കി ഈ വലിയ കുടുംബത്തിനുവേണ്ടി ഞാൻ തയ്യാറാക്കിയ പദ്ധതികൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. കാരണം ശീതകാലം വന്നെത്തിയിരിക്കുന്നു. പക്ഷെ ആദ്യം നമുക്ക് കുടിക്കാം. ഇനി ആ ഡോർണിഷ് കുതിരമൂത്രം വേണ്ട. ഇത് വിലയേറിയ ആർബർ ഗോൾഡാണ്. യഥാർത്ഥ വീരന്മാർക്ക് കുടിക്കാൻ യഥാർത്ഥ വീഞ്ഞ്. വാൾഡർ ഫ്രേ പറഞ്ഞു. സദസ്സ് വീണ്ടും ആവേശഭരിതരായി. വാൾഡർ ഫ്രേ തന്റെ വീഞ്ഞ് കോപ്പ ഉയർത്തി. ഒരുമിച്ച് നിൽക്കുക! അയാൾ ആക്രോശിച്ചു. എല്ലാ ഫ്രേകളും ഒരേ സ്വരത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്ന് ഏറ്റുപറഞ്ഞു. അവർ തങ്ങളുടെ കോപ്പകളിലെ വീഞ്ഞ് ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. എന്നാൽ വാൾഡർ ഫ്രേ തന്റെ കോപ്പ ചുണ്ടോടടുപ്പിച്ചെങ്കിലും അതിൽ നിന്ന് ഒരു തുള്ളി പോലും കുടിച്ചില്ല. ആ സേവക്കാരി തന്റെ കോപ്പ എടുത്തു കുടിക്കാനാഞ്ഞപ്പോൾ വാൾഡർ അവളെ തടഞ്ഞു. ഒരു പെണ്ണിന് കൊടുക്കാൻ മാത്രം വില കുറഞ്ഞതല്ല ഈ വീഞ്ഞ്, അയാൾ പറഞ്ഞു. വാൾഡർ ഫ്രേ വീണ്ടും സദസ്സിനെ നോക്കി. ഞാൻ അത്ര നല്ല ഒരു മനുഷ്യനായിരിക്കില്ല, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങൾ എന്റെ കുടുംബമാണ്. റെഡ് വെഡിങ്ങിൽ സ്റ്റാർക്കുകളെ കൊന്നൊടുക്കാൻ എന്നെ സഹായിച്ച ധീരന്മാർ. ആളുകൾ വീണ്ടും കൈയടിച്ചു. പക്ഷെ അവരുടെ തൊണ്ടകളിൽ എന്തോ തടയുന്നതുപോലെ അവർക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. അതെ, കൈയടിക്കൂ, നിങ്ങളെല്ലാവരും ധീരന്മാരാണ്. ഗർഭിണിയായ ഒരു സ്ത്രീയെ നിങ്ങൾ വെട്ടിക്കൊന്നു. നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് അതിഥികളായി വിളിച്ചുവരുത്തി അവരെ നിങ്ങൾ കൊന്നൊടുക്കി. പക്ഷേ നിങ്ങൾ എല്ലാ സ്റ്റാർക്കുകളെയും കൊന്നില്ല, അയാൾ പറഞ്ഞു. പെട്ടെന്ന് ചില ഫ്രേകൾ ചുമക്കാൻ തുടങ്ങി. അവരുടെ മുഖം വിളറി വെളുത്തു. ചിലർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. നിങ്ങൾ അവരെ വേരോടെ പിഴുതെറിയണമായിരുന്നു, വാൾഡർ ഫ്രേ പറഞ്ഞു. സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും രക്തം ഛർദ്ദിക്കാനും തുടങ്ങി. അവർ കഴുത്തിൽ പിടിച്ച് നിലത്തേക്ക് വീണു. ആ വലിയ ഹാൾ ഒരു ശവപ്പറമ്പായി മാറുകയായിരുന്നു. ഒരു ചെന്നായയെങ്കിലും ജീവനോടെ വിട്ടാൽ പിന്നെ ചെമ്മരിയാടുകൾക്ക് ഒരിക്കലും രക്ഷയുണ്ടാകില്ല, വാൾഡർ ഫ്രേ പറഞ്ഞു. എല്ലാ ഫ്രേകളും പിടഞ്ഞു മരിച്ചു. പൂർണ്ണമായ നിശബ്ദത ആ ഹാളിൽ നിറഞ്ഞു. അപ്പോൾ വാൾഡർ ഫ്രേ തന്റെ സ്വന്തം മുഖത്ത് പിടിക്കുകയും ആ മുഖം മൂടി വലിച്ചൂരുകയും ചെയ്തു. ആര്യ തിരിഞ്ഞ് ആ സേവക്കാരിയെ നോക്കി. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആളുകൾ നിന്നോട് ചോദിക്കുമ്പോൾ വടക്കുള്ളവർ ഒന്നും മറന്നിട്ടില്ല എന്ന് അവരോട് പറയണം. ഹൗസ് ഫ്രേയെ തേടി ശീതകാലം വന്നെത്തി എന്ന് അവരോട് പറയണം, ആര്യ പറഞ്ഞു. വടക്ക് അതിശൈത്യമുള്ള മഞ്ഞുമൂടിയ വിശാലമായ ഭൂമിയിലൂടെ ഭയാനകമായ കാറ്റ് വീശിയടിച്ചു. ചക്രവാളത്തിൽ ഒരു ഇരുണ്ട മേഘം രൂപപ്പെടുകയും അത് പതുക്കെ ആകാശത്തെ മുഴുവൻ വിഴുങ്ങുകയും ചെയ്തു. ആ ഇരുട്ടിലൂടെ മരിച്ചവരുടെ സൈന്യം മുന്നോട്ട് നീങ്ങുകയായിരുന്നു. മഞ്ഞുമൂടിയ ഒരു ഭീമൻ അവരുടെ കൂടെ നടന്നു നീങ്ങി. കാസിൽ ബ്ലാക്കിന്റെ പുറത്തെ വലിയ മരം കൊണ്ടുള്ള ഗേറ്റിനു മുന്നിൽ വലിയ മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. ആ തണുപ്പിൽ ബ്രാനിനെ ഒരു ചെറിയ സ്ലെഡ്ജിൽ കിടത്തിയിരിക്കുകയാണ്. അവന്റെ കണ്ണുകൾ പൂർണ്ണമായും വെളുത്ത നിറത്തിലായിരുന്നു. ബ്രാനിനു മുന്നിൽ മീര തണുത്തുവിറച്ചു നിന്നിരുന്നു. ഗേറ്റ് പതുക്കെ മുകളിലേക്ക് ഉയർന്നു. നൈറ്റ്സ് വാച്ചിലെ ചില അംഗങ്ങളോടൊപ്പം ഡൊളോറസ് എഡ് ഗേറ്റിന് വെളിയിലേക്ക് വന്നു. നിങ്ങൾ കാട്ടുജാതിക്കാരാണോ? എഡ് ചോദിച്ചു. ഞാൻ ഹൗലൻഡ് റീഡിന്റെ മകൾ മീര റീഡാണ്. ഇത് നെഡ് സ്റ്റാർക്കിന്റെ മകൻ ബ്രാൻഡൻ സ്റ്റാർക്കാണ്, മീര പറഞ്ഞു. അത് സത്യമാണെന്ന് എനിക്കെങ്ങനെ അറിയാം? എഡ് ചോദിച്ചു. ബ്രാൻ പതുക്കെ തലയുയർത്തി എഡിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ 1000 വർഷത്തെ അറിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ ഫിസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് മെന്നിലുണ്ടായിരുന്നു. നിങ്ങൾ ഹാർഡ് ഹോമിലുണ്ടായിരുന്നു. നിങ്ങൾ മരിച്ചവരുടെ സൈന്യത്തെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നൈറ്റ് കിങ്ങിനെ കണ്ടിട്ടുണ്ട്. അവൻ നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരെയും തേടി, ബ്രാൻ പറഞ്ഞു. എഡ് ഒരു നിമിഷം നിശബ്ദനായി. അവന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അവൻ തന്റെ കൂടെയുള്ളവരെ നോക്കി. ശരി, വരൂ,
നമുക്കിവരെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം, എഡ് പറഞ്ഞു. 2 സൈനികർ തങ്ങളുടെ വാളുകൾ ഉറയിലിട്ട് ബ്രാനിന്റെ സ്ലെഡ്ജിന്റെ കയറുകളിൽ പിടിച്ച് അവനെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി. മീര അവർക്ക് പിന്നാലെ നടന്നു. വിന്റർഫെല്ലിന്റെ പ്രധാന ഹാളിൽ ഉയർന്ന ഇരിപ്പിടത്തിൽ ജോൺ സ്നോ എഴുന്നേറ്റുനിന്നു. അവന്റെ മുഖത്ത് യുദ്ധങ്ങളുടെയും നഷ്ടങ്ങളുടെയും ക്ഷീണം പ്രകടമായിരുന്നു. അവന്റെ ഇരുവശങ്ങളിലുമായി സാൻസായും ഡാവോസും ഇരിക്കുന്നുണ്ടായിരുന്നു. സദസ്സിൽ ബ്രിയൻ, പോദ്രിക്, ടോർമണ്ട്, പെറ്റിർ ബേലിഷ്, യോൺ റോയ്സ്, ലിയാന മോർമോണ്ട്, റോബർട്ട് ഗ്ലവർ തുടങ്ങി വടക്കൻ കുടുംബങ്ങളിലെ എല്ലാ പ്രഭുക്കന്മാരുമുണ്ടായിരുന്നു. ഡ്രാഗൺ ഗ്ലാസിനെക്കുറിച്ചുള്ള ഏതെങ്കിലും പരാമർശങ്ങൾക്കായി വടക്കുള്ള എല്ലാ മേസ്റ്റർമാരും അവരുടെ രേഖകൾ പരിശോധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഡ്രാഗൺ ഗ്ലാസ് വൈറ്റ് വോക്കറുകളെ കൊല്ലും. സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ് അത് നമുക്കിപ്പോൾ. നമുക്കത് കണ്ടെത്തണം, അത് കുഴിച്ചെടുക്കണം, അതിൽ നിന്ന് ആയുധങ്ങൾ നിർമ്മിക്കണം. 10നും 60നുമിടയിൽ പ്രായമുള്ള എല്ലാവരും ദിവസവും കുന്തങ്ങളും അമ്പും വില്ലും ഉപയോഗിച്ച് പരിശീലനം നടത്തണം, ജോൺ പറഞ്ഞു. റോബർട്ട് എഴുന്നേറ്റ് നിന്നു. ഈ വേനൽക്കാലത്തെ കുട്ടികളെ എങ്ങനെ പോരാടണമെന്ന് പഠിപ്പിക്കാൻ സമയമായിരിക്കുന്നു, അയാൾ പറഞ്ഞു. ജനസംഖ്യയുടെ പകുതി പേർ മാത്രമാണ് പോരാടുന്നതെങ്കിൽ നമുക്ക് വടക്കിനെ സംരക്ഷിക്കാൻ കഴിയില്ല, ജോൺ പറഞ്ഞു. എന്റെ കൊച്ചുമകളുടെ കയ്യിൽ ഞാനൊരു കുന്തം കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്, അയാൾ ചോദിച്ചു. പെട്ടെന്ന് ലിയാന മോർമോണ്ട് എഴുന്നേറ്റ് നിന്നു. ആ ചെറിയ പെൺകുട്ടിയുടെ കണ്ണുകളിൽ വലിയൊരു തീജ്വാല ഉണ്ടായിരുന്നു. പുരുഷന്മാർ എനിക്കുവേണ്ടി പോരാടുമ്പോൾ തീ കാഞ്ഞ് സ്വെറ്റർ തുന്നിയിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചെറിയവളായിരിക്കാം, ലോർഡ് ഗ്ലവർ, ഞാനൊരു പെൺകുട്ടിയായിരിക്കാം, പക്ഷെ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ വടക്കൻ നാടിന്റെ മകളാണ്. വടക്കിനെ സംരക്ഷിക്കാൻ എനിക്ക് നിങ്ങളുടെ അനുവാദം ആവശ്യമില്ല, ലാന പറഞ്ഞു. നമ്മൾ ആക്രമണത്തിനായി തയ്യാറെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രതിരോധം ശക്തമാക്കേണ്ടതുണ്ട്. മരിച്ചവരുടെ സൈന്യത്തിനും നമുക്കുമിടയിൽ നിൽക്കുന്ന ഒരേയൊരു കാര്യം ആ വലിയ മതില് മാത്രമാണ്. നൂറ്റാണ്ടുകളായി അവിടെ ആവശ്യത്തിന് ആളുകളില്ല. ഞാൻ സ്വതന്ത്രരായ മനുഷ്യരുടെ രാജാവല്ല, ജോൺ പറഞ്ഞു. ജോൺ ടോർമണ്ടിനെ നോക്കി. ടോർമണ്ട് എഴുന്നേറ്റ് ജോണിന്റെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ ഈ ശീതകാലം നാം ഒരുമിച്ച് അതിജീവിക്കണമെങ്കിൽ, ജോൺ പറഞ്ഞു. ടോർമണ്ട് ഒന്നമർത്തി മൂളി. നിങ്ങൾക്കുവേണ്ടി ഞങ്ങൾ ആ കോട്ടകൾ കാവൽ നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്, അവൻ ചോദിച്ചു. സദസ്സിൽ ചെറിയ സംസാരങ്ങൾ ഉയർന്നു. നമ്മൾ അവസാനമായി നൈറ്റ് കിങ്ങിനെ കണ്ടത് ഹാർഡ്ഹോമിൽ വെച്ചാണ്. ഹാർഡ്ഹോമിന് ഏറ്റവും അടുത്തുള്ള കോട്ട ഈസ്റ്റ് വാച്ച് ബൈ ദ സീ ആണ്, ജോൺ പറഞ്ഞു. എങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാം. ഇപ്പോൾ ഞങ്ങൾ നൈറ്റ്സ് വാച്ച് ആയതുപോലെ തോന്നുന്നു, ടോർമണ്ട് പറഞ്ഞു. അവർ മതിൽ തകർത്താൽ അവരുടെ വഴിയിലുള്ള ആദ്യത്തെ 2 കോട്ടകൾ ലാസ്റ്റ് ഹേർത്തും കർഹോൾഡുമാണ്, ജോൺ പറഞ്ഞു. യോൺ എഴുന്നേറ്റ് നിന്നു. അമ്പർക്കളും കാസ്റ്റാർക്കുകളും വടക്കിനെ ഒറ്റിക്കൊടുത്തു. അവരുടെ കോട്ടകൾ ഒരു കല്ലുപോലും അവശേഷിക്കാത്ത വിധം ഇടിച്ചു നിരത്തണം, അയാൾ പറഞ്ഞു. സദസ്സിലിരുന്ന സൻസ പെട്ടെന്ന് ഇടപെട്ടു. കോട്ടകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വരാനിരിക്കുന്ന യുദ്ധത്തിന് നമുക്ക് എല്ലാ കോട്ടകളും ആവശ്യമാണ്. ലാസ്റ്റ് ഹേർത്തും കർഹോൾഡും റാംസേക്കെതിരെ നമ്മെ പിന്തുണച്ച് പുതിയതും വിശ്വസ്തരുമായ കുടുംബങ്ങൾക്ക് നൽകണം, സൻസ പറഞ്ഞു. എല്ലാവരും അതേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. യോൺ താഴെയിരുന്നു. നൂറ്റാണ്ടുകളായി അമ്പർക്കളും കാർസ്റ്റാർക്കുകളും സ്റ്റാർക്കുകൾക്കൊപ്പം പോരാടിയിട്ടുണ്ട്. തലമുറകളായി അവർ വിശ്വാസം കാത്തുസൂക്ഷിച്ചു, ജോൺ പറഞ്ഞു. എന്നിട്ട് അവർ ആ വിശ്വാസം തകർത്തു, സൻസ പറഞ്ഞു. കുറച്ച് അവിവേകികളായ പുത്രന്മാരുടെ കുറ്റകൃത്യങ്ങൾ കാരണം ഈ കുടുംബങ്ങളുടെ പാരമ്പര്യമായി കിട്ടിയ വീടുകൾ ഞാൻ എടുത്തുകളയുകയുമില്ല, ജോൺ പറഞ്ഞു. അപ്പോൾ രാജ്യദ്രോഹത്തിന് ശിക്ഷയുമില്ല, വിശ്വസ്തതയ്ക്ക് പ്രതിഫലവുമില്ലേ, സൻസ ചോദിച്ചു. ആ ഹാൾ മുഴുവൻ നിശബ്ദമായി. എല്ലാവരും ജോണിന്റെയും സൻസയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. രാജ്യദ്രോഹത്തിനുള്ള ശിക്ഷ മരണമാണ്. സ്മോൾ ജോൺ അംബർ യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചു. ഹറൽഡ് കാർസ്റ്റാർക്ക് യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചു, ജോൺ പറഞ്ഞു. അവർ റാംസേക്കു വേണ്ടിയാണ് പൊരുതി മരിച്ചത്. നിങ്ങൾക്ക് വേണ്ടി പൊരുതി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആ കോട്ടകൾ നൽകുക, സൻസ പറഞ്ഞു. ആളുകൾ വീണ്ടും പരസ്പരം സംസാരിക്കാനും മേശകളിൽ ഇടിക്കാനും തുടങ്ങി. ജോണിന്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. ഞാൻ നൈറ്റ്സ് വാച്ചിന്റെ ലോർഡ് കമാൻഡറായിരുന്നപ്പോൾ എന്നെ ഒറ്റിക്കൊടുത്തവരെ ഞാൻ വധിച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാൻ വിസമ്മതിച്ചവരെ ഞാൻ വധിച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, വിധി പ്രസ്താവിക്കുന്നവൻ തന്നെ വാൾ വീശണം എന്ന്. ആ വാക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പിതാവിന്റെ പാപങ്ങൾക്ക് ഞാനൊരു മകനെ ശിക്ഷിക്കില്ല. നൂറ്റാണ്ടുകളായി ഒരു കുടുംബത്തിന്റേതായിരുന്ന വീട് ഞാൻ എടുത്തുകളയുകയുമില്ല. അതാണ് എന്റെ തീരുമാനം, അതാണ് അന്തിമമായ തീരുമാനം, ജോൺ പറഞ്ഞു. ജോൺ സൻസയെ തന്നെ ഉറ്റുനോക്കി. സൻസ നോട്ടം മാറ്റി. ജോൺ വീണ്ടും സദസ്സിനെ നോക്കി. നെഡ് അംബർ, ജോൺ വിളിച്ചു. ചെറിയൊരു ആൺകുട്ടി എഴുന്നേറ്റുന്നു. ആലിസ് കാർസ്റ്റാർക്ക്, ജോൺ വിളിച്ചു. ഒരു യുവതി എഴുന്നേറ്റ് നിന്നു. അവർ രണ്ടുപേരും ഭയത്തോടെ ജോണിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. നൂറ്റാണ്ടുകളായി നമ്മുടെ കുടുംബങ്ങൾ യുദ്ധക്കളത്തിൽ തോളോട് തോൾ ചേർന്ന് പോരാടി. ഹൗസ് സ്റ്റാർക്കിനോട് വീണ്ടും നിങ്ങളുടെ വിശ്വസ്തത പ്രതിജ്ഞ ചെയ്യാനും ഞങ്ങളുടെ ബാനർമാരായി സേവിക്കാനും എപ്പോൾ വിളിച്ചാലും ഞങ്ങളുടെ സഹായത്തിന് വരാനും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ജോൺ പറഞ്ഞു. നെഡും ആലിസും തങ്ങളുടെ വാളുകൾ പുറത്തെടുത്ത് മുട്ടുകുത്തി നിന്നു. ഹാളിൽ വലിയ കയ്യടികൾ ഉയർന്നു.
വിന്റർഫെല്ലിന്റെ മഞ്ഞുവീഴുന്ന കോട്ടമതിലുകളിലൂടെ ജോൺ വളരെ വേഗത്തിൽ നടന്നു. അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. സെൻസ അവന് പിന്നാലെ നടന്നു. നീ എന്റെ സഹോദരിയാണ്. പക്ഷേ ഞാനിപ്പോൾ രാജാവാണ്, ജോൺ പറഞ്ഞു. മറ്റു പ്രഭുക്കന്മാരുടെയും പ്രഭ്യമാരുടെയും മുന്നിൽ വെച്ച് നീ എന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ നീ എന്നെ ദുർബലപ്പെടുത്തുകയാണ്, ജോൺ പറഞ്ഞു. അപ്പോൾ എനിക്കിനി നിങ്ങളുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ലേ? സെൻസ ചോദിച്ചു. തീർച്ചയായും നിനക്ക് ചെയ്യാം, പക്ഷേ, ജോൺ പറഞ്ഞു. ജോഫ്രി ഒരിക്കലും ആരെയും അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. അവനൊരു നല്ല രാജാവായിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സെൻസ ചോദിച്ചു. ജോൺ നടത്തം നിർത്തി. ഞാൻ ജോഫ്രിയെപ്പോലെയാണെന്നാണോ നീ കരുതുന്നത്? ജോൺ ചോദിച്ചു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ജോഫ്രിയുമായി ഒരു സാമ്യവുമില്ലാത്ത ആളാണ് നിങ്ങൾ, സെൻസ പറഞ്ഞു. ജോൺ വീണ്ടും നടക്കാൻ തുടങ്ങി. നീ എന്നെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതും നിർത്തുക, ജോൺ പറഞ്ഞു. ഞാൻ നിങ്ങളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സെൻസ ജോണിന്റെ കയ്യിൽ പിടിച്ച് അവനെ തനിക്ക് നേരെ തിരിച്ചു. നിങ്ങൾ അച്ഛനേക്കാൾ ബുദ്ധിമാനായിരിക്കണം. നിങ്ങൾ റോബിനേക്കാൾ ബുദ്ധിമാനായിരിക്കണം. ഞാൻ അവരെ സ്നേഹിച്ചിരുന്നു. ഞാൻ അവരെ വല്ലാതെ മിസ് ചെയ്യുന്നു. പക്ഷേ അവർ വലിയ തെറ്റുകൾ ചെയ്തു. അതിന് അവർക്ക് അവരുടെ തല നഷ്ടപ്പെട്ടു, സെൻസ പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് ബുദ്ധിമാനാകേണ്ടത്? നീ പറയുന്നത് കേട്ടാണോ? ജോൺ ചോദിച്ചു. അതത്ര വലിയ മോശപ്പെട്ട കാര്യമാണോ? സെൻസ ചോദിച്ചു. പെട്ടെന്ന് മേസ്റ്റർ വോൾക്കൻ അവരുടെ അടുത്തേക്ക് വന്നു. അയാളുടെ കയ്യിൽ ഒരു സന്ദേശമുണ്ടായിരുന്നു. കിങ്സ് ലാൻഡിംഗിൽ നിന്നുള്ള ഒരു കാക്ക തിരുമനസെ, വോൾക്കൻ പറഞ്ഞു. ജോൺ ആ സന്ദേശം തുറന്നു വായിച്ചു. സെർസി ഓഫ് ഹൗസ് ലാനിസ്റ്റർ, ഫസ്റ്റ് ഓഫ് ഹർ നെയിം, ക്വീൻ ഓഫ് ദി ആൻഡൽസ് ആൻഡ് ദ ഫസ്റ്റ് മെൻ, പ്രൊട്ടക്ടർ ഓഫ് ദ 7 കിങ്ഡംസ്. ജോൺ വായിച്ചു. അവൾക്കെന്താണ് വേണ്ടത്? സെൻസ ചോദിച്ചു. കിങ്സ് ലാൻഡിംഗിലേക്ക് വരിക, മുട്ടുകുത്തുക, അല്ലെങ്കിൽ എല്ലാ രാജ്യദ്രോഹികൾക്കും ലഭിക്കുന്ന വിധി അനുഭവിക്കുക, ജോൺ പറഞ്ഞു. വടക്കുള്ള ശത്രുവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് തെക്കുള്ളവളെ നിങ്ങൾ മറന്നുപോയി, സെൻസ പറഞ്ഞു. ഞാൻ നൈറ്റ് കിങ്ങിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ അവനെ കണ്ടതുകൊണ്ടാണ്. എന്നെ വിശ്വസിക്കൂ, നീയും അവനെ കണ്ടിരുന്നെങ്കിൽ മറ്റൊന്നും ചിന്തിക്കില്ലായിരുന്നു, ജോൺ പറഞ്ഞു. നൈറ്റ് കിങ്ങിനും നമുക്കുമിടയിൽ ഇപ്പോഴും ഒരു വലിയ മതിലുണ്ട്. പക്ഷെ സെർസയ്ക്കും നമുക്കുമിടയിലൊന്നുമില്ല, സെൻസ പറഞ്ഞു. സെർസയ്ക്കും നമുക്കുമിടയിൽ 1000 മൈലുകളുടെ ദൂരമുണ്ട്. ശീതകാലം വന്നെത്തി. ലാനിസ്റ്ററുകൾ ഒരു തെക്കൻ സൈന്യമാണ്. അവർ ഇത്രയും വടക്കോട്ട് ഒരിക്കലും വന്നിട്ടില്ല, ജോൺ പറഞ്ഞു. നിങ്ങൾ ഒരു സൈനികനാണ്, പക്ഷെ എനിക്ക് അവളെ അറിയാം. നിങ്ങൾ അവളുടെ ശത്രുവാണെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുന്നതുവരെ അവൾ ഒരിക്കലും അടങ്ങില്ല. അവളെ എതിർത്ത എല്ലാവരെയും കൊല്ലാൻ അവൾ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, സെൻസ പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിലെ അങ്ങേയറ്റം ചൂടുള്ള കാലാവസ്ഥയിൽ റെഡ് കീപ്പിന്റെ മുറ്റത്ത് തറയിൽ പണിതിരിക്കുന്ന വലിയ വെസ്റ്ററോസ് ഭൂപടത്തിനു മുകളിലൂടെ സെർസി നടന്നു. അവിടെ പുതിയ പെയിന്റിന്റെ രൂക്ഷഗന്ധമുണ്ടായിരുന്നു. ആ ചിത്രകാരൻ തന്റെ പണി പൂർത്തിയാക്കുകയായിരുന്നു. ജൈമെ അവിടേക്ക് വന്ന് സെർസിയുടെ അടുത്തേക്ക് നടന്നു. അവനാ ഭൂപടം നോക്കി ചിത്രകാരന് നേരെ തലയാട്ടി. ചിത്രകാരൻ തന്റെ ബ്രഷ് താഴെ വെച്ച് അവിടെ നിന്നും പോയി. ഇതെന്താണ്? ജൈമെ ചോദിച്ചു. നമ്മൾ ജീവിതകാലം മുഴുവൻ കാത്തിരുന്നത് ഇതാണ്. അച്ഛൻ നമ്മെ എന്തിനുവേണ്ടി പരിശീലിപ്പിച്ചുവോ അതറിഞ്ഞുകൊണ്ടോ അല്ലാതെയോ അതാണിത്, സെർസി പറഞ്ഞു. തന്റെ ശത്രുക്കളുടെ ചാരത്തിൽ നിന്നും ഉയർന്നുവന്ന തന്റെ സാമ്രാജ്യത്തെക്കുറിച്ച് അവൾ അഭിമാനിച്ചു. വീട്ടിൽ വന്നതുമുതൽ നീ വളരെ നിശബ്ദനാണ്. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? സെർസി ചോദിച്ചു. നിനക്കെന്നെ പേടിയാണോ? സെർസി ചോദിച്ചു. ഞാൻ പേടിക്കണമോ? ജൈമെ തിരിച്ചു ചോദിച്ചു. ഡെനറിസ് ടാർഗേരിയൻ അവളുടെ ഹാൻഡായി ടിരിയനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പോൾ അവർ നേറോസി കടന്നുവരികയാണ്. നമ്മുടെ ചെറിയ സഹോദരൻ, നീ ഇത്രയധികം സ്നേഹിക്കുന്ന, നീ സ്വതന്ത്രനാക്കിയ നമ്മുടെ അച്ഛനെയും നമ്മുടെ ആദ്യത്തെ മകനെയും കൊന്നവൻ. ഇപ്പോൾ അവൻ നമ്മുടെ ശത്രുക്കൾക്കൊപ്പം നിന്ന് അവർക്ക് ഉപദേശം നൽകുന്നു. അവൻ എവിടെയോ ഒരു വലിയ നാവികസേനയുടെ തലവനായി വരുന്നുണ്ട്. അവർ എവിടെയിറങ്ങും? സെർസി ചോദിച്ചു. ഡ്രാഗൺ സ്റ്റോൺ, ജൈമെ പറഞ്ഞു. ജൈമെ ഭൂപടത്തിലെ ഡ്രാഗൺ സ്റ്റോണിന്റെ അടുത്തേക്ക് നടന്നുപോയി അതിനു മുകളിൽ നിന്നു. കപ്പലുകൾക്കടുക്കാൻ അവർക്ക് ആഴമുള്ള തുറമുഖങ്ങളുണ്ട്. സ്റ്റാനിസ് ആ കോട്ട ഉപേക്ഷിച്ചുപോയി. മാത്രമല്ല, അവൾ ജനിച്ചത് അവിടെയാണ്, ജൈമെ പറഞ്ഞു. കിഴക്ക് ശത്രുക്കൾ, സെർസി പറഞ്ഞു. അവൾ ഭൂപടത്തിലെ ഡോർണിലേക്ക് നടന്നു. തെക്ക് ശത്രുക്കൾ, ഇലാരിയ സാൻഡും അവളുടെ കൂട്ടാളികളും. അവൾ ഹൈഗാർഡനിലേക്ക് നടന്നു. പടിഞ്ഞാറ് ശത്രുക്കൾ, ഒലെന ആ കിഴവി, മറ്റൊരു രാജ്യദ്രോഹി. അവൾ വടക്കോട്ട് നടന്നു. വടക്ക് ശത്രുക്കൾ, നെഡ് സ്റ്റാർക്കിന്റെ അവിഹിത സന്തതിയെ വടക്കിന്റെ രാജാവായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ കൊലപാതകിയായ സാൻസ അവനൊപ്പം നിൽക്കുന്നു. എല്ലായിടത്തും ശത്രുക്കൾ. നമ്മൾ രാജ്യദ്രോഹികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ലാനിസ്റ്റർ സൈന്യത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ നിന്റെ കൈകളിലാണ്. നമ്മൾ എങ്ങനെ മുന്നോട്ടു പോകും? ശീതകാലം വന്നെത്തി. നമ്മുടെ ആളുകൾക്കും കുതിരകൾക്കും ഭക്ഷണം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു യുദ്ധവും ജയിക്കാൻ കഴിയില്ല. ടൈറൽകളുടെ കയ്യിലാണ് ധാന്യങ്ങളുള്ളത്, അവരുടെ കയ്യിലാണ് മൃഗങ്ങളുള്ളത്, ജൈമെ പറഞ്ഞു. ടൈറൽകളുടെ ആളുകൾ ഒരു ദോത്രാക്കി കൂട്ടത്തോടും അൺസലീഡ് അടിമ സൈനികരോടും ഒപ്പം നിന്ന് പോരാടുമോ? സെർസി ചോദിച്ചു. ഡെനറിസ് ജയിക്കുമെന്നവർ കരുതുന്നുണ്ടെങ്കിൽ അവർ പോരാടും. തോൽക്കുന്ന പക്ഷത്തുനിന്ന് പോരാടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നമ്മളെ കണ്ടാൽ തോൽക്കുന്ന പക്ഷത്തെപ്പോലെയുണ്ട്, ജൈമെ പറഞ്ഞു. ഞാൻ 7 കിങ്ഡംസിന്റെ രാജ്ഞിയാണ്, സെർസി പറഞ്ഞു. ഏറ്റവും കൂടിയാൽ 3 രാജ്യങ്ങളുടെ. നമ്മൾ എത്രത്തോളം അപകടത്തിലാണെന്ന് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നെനിക്കുറപ്പില്ല, ജൈമെ പറഞ്ഞു. നമ്മൾ അതിജീവനത്തിനായുള്ള ഒരു യുദ്ധത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തോൽക്കുന്നവർ മരിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ജയിക്കുന്നവർക്ക് 1000 വർഷം നീണ്ടുനിൽക്കുന്ന ഒരു രാജവംശം സ്ഥാപിക്കാൻ കഴിയുമെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്, സെർസി പറഞ്ഞു. ആർക്കുവേണ്ടി ഒരു രാജവംശം?
നമ്മുടെ കുട്ടികൾ മരിച്ചുപോയി. നമ്മൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്, ജെയ്മെ പറഞ്ഞു. സെർസി തിരിഞ്ഞു നടന്ന് അടുത്തുള്ള മേശയിൽ നിന്ന് ഒരു ഗ്ലാസ് വീഞ്ഞു പകർന്നു. സംസാരിക്കാനൊന്നുമില്ല, അവൾ പറഞ്ഞു. നമ്മുടെ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു, ജെയ്മെ പറഞ്ഞു. അവൻ എന്നെ ഒറ്റിക്കൊടുത്തു. അവൻ നമ്മളെ രണ്ടുപേരെയും ഒറ്റിക്കൊടുത്തു. മരിച്ചുപോയവരെ ഓർത്ത് കരഞ്ഞ് നമ്മൾ നമ്മുടെ ദിവസങ്ങൾ കളയണമെന്നാണോ നീ പറയുന്നത്? നമ്മളാണ് അവസാനത്തെ ലാനിസ്റ്ററുകൾ, പ്രാധാന്യമുള്ള അവസാനത്തെ ആളുകൾ, സെർസി പറഞ്ഞു. സഖ്യകക്ഷികളില്ലാതെ അതിജീവിക്കാൻ കഴിയില്ല. എവിടെയാണിപ്പോൾ നമ്മുടെ സഖ്യകക്ഷികൾ? വോൾഡർ ഫ്രേക്കും അവന്റെ കുടുംബത്തിനും എന്താണ് സംഭവിച്ചതെന്ന് നീ കേട്ടില്ലേ? ജെയ്മെ പറഞ്ഞു. ഞാൻ 40 വർഷം അച്ഛൻ പറയുന്നത് കേട്ടിട്ടും ഒന്നും പഠിച്ചില്ലെന്നാണോ നീ കരുതുന്നത്? സെർസി ചോദിച്ചു. കിങ്സ് ലാൻഡിംഗിലെ ബ്ലാക്ക് വാട്ടർ ബേയിൽ കടൽത്തിരമാലകൾ ആഞ്ഞടിച്ചു. ഹൌസ് ഗ്രേജോയുടെ ചിഹ്നമുള്ള നിരവധി കപ്പലുകൾ തുറമുഖത്തേക്ക് വരുന്നത് സെർസിയും ജെയ്മേയും തീരത്തുനിന്ന് നോക്കി നിൽക്കുകയായിരുന്നു. അവരുടെ കൂടെ ഗ്രെഗോർ ക്ലേഗെയിനും മറ്റു കാവൽക്കാരുമുണ്ടായിരുന്നു. ഗ്രേജോയ്ക്കളോ? നീ ഗ്രേജോയ്കളെ കിങ്സ് ലാൻഡിംഗിലേക്ക് ക്ഷണിച്ചോ? ജെയ്മെ ചോദിച്ചു. എല്ലാവരെയുമല്ല, സെർസി പറഞ്ഞു. കണ്ടിട്ട് എല്ലാവരുമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, ജെയ്മെ പറഞ്ഞു. അയൺ ഐലൻഡ്സിന്റെ പുതിയ രാജാവായ യൂറോൺ ഗ്രേജോയെ ഞാൻ ക്ഷണിച്ചു. നമുക്ക് കൂടുതൽ കരുത്തരായ മികച്ച സഖ്യകക്ഷികളെ വേണമെന്ന് നീയല്ലേ പറഞ്ഞത്? ഇതാ അവർ വന്നിരിക്കുന്നു, സെർസി പറഞ്ഞു. അവർ എങ്ങനെയാണ് മികച്ച സഖ്യകക്ഷികളാകുന്നത്? ഫ്രൈകളിൽ നിന്ന് അവർക്ക് എന്ത് വ്യത്യാസമാണുള്ളത്? അവർ രണ്ടുപേരും തങ്ങളുടെ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും തങ്ങൾക്കാവശ്യമുള്ളപ്പോൾ തങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കൊലപ്പെടുത്തുകയും ചെയ്തവരാണ്, ജെയ്മെ പറഞ്ഞു. ഫ്രൈകളെപ്പോലെയല്ല, ഇവർക്ക് കപ്പലുകളുണ്ട്. അവർ ഒന്നിനും മിടുക്കന്മാരല്ല. എനിക്ക് അയറൺബോൺകളെ അറിയാം. അവർ ദേഷ്യക്കാരായ ചെറിയ മനുഷ്യരാണ്. സ്വന്തമായി നിർമ്മിക്കാനോ കൃഷി ചെയ്യാനോ അറിയാത്ത അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിക്കാൻ മാത്രമേ അറിയൂ, ജെയ്മെ പറഞ്ഞു. യൂറോൺ ഗ്രേ ജോയ് അതിനല്ല ഇവിടെ വന്നിരിക്കുന്നത്, സെർസി പറഞ്ഞു. പിന്നെ അവൻ എന്തിനാണ് വന്നത്? ജെയ്മെ ചോദിച്ചു. ഒരു രാജ്ഞിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സെർസി അവിടെ നിന്ന് നടന്നുപോയി. ഗ്രെഗോറും കാവൽക്കാരും അവൾക്ക് പിന്നാലെ നടന്നു. റെഡ് കീപ്പിലെ വലിയ ഹാളിൽ അയറൺ ത്രോണിൽ സെർസി ഗാംഭീര്യത്തോടെയിരിക്കുന്നു. അവരുടെ ഇരുവശത്തുമായി ജെയ്മേയും ഗ്രെഗോറും നിൽക്കുന്നുണ്ടായിരുന്നു. സിംഹാസനത്തിന്റെ താഴെയായി യൂറോൺ ഗ്രേ ജോയ് നിന്നു. ഹാളിന്റെ ഇരുവശത്തും കാവൽക്കാർ നിരന്നുനിന്നിരുന്നു. ഞാൻ അയറൺ ഐലൻഡ്സിന്റെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷം തന്നെ അവർ എനിക്കെതിരെ തിരിഞ്ഞു. അവരുടെ സ്വന്തം അമ്മാവനെതിരെ. അവർ എന്റെ ഏറ്റവും മികച്ച കപ്പലുകൾ മോഷ്ടിച്ചുകൊണ്ട് വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടു. ലോകത്തിന്റെ മറ്റേ അറ്റത്തേക്ക് പോയി. അവർ അത് ഡ്രാഗൺ ക്വീനിന് നൽകി. അവൾക്ക് തന്റെ സൈന്യവുമായി നിങ്ങളെ ആക്രമിക്കാൻ വരാൻ വേണ്ടി യൂറോൺ പറഞ്ഞു. യൂറോൺ സെർസിക്ക് നേരെ വിരൽ ചൂണ്ടി. നിങ്ങളുടെ സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന രാജ്യദ്രോഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല എന്ന് ഞാൻ കേട്ടു. എങ്കിലും അതെന്നെ അലട്ടുന്നുണ്ട്. അവരെ കൊലപ്പെടുത്തിയാൽ എനിക്ക് വലിയ ആശ്വാസം ലഭിക്കും. നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളിലെ രാജ്യദ്രോഹികൾ ഒരേ പക്ഷത്തിനു വേണ്ടിയാണ് പോരാടുന്നതെന്ന് തോന്നുന്നതുകൊണ്ട് യഥാർത്ഥ ഭരണാധികാരികളായ നമുക്ക് അവരെ ഒരുമിച്ച് കൊല്ലാമെന്ന് ഞാൻ കരുതി, യൂറോൺ പറഞ്ഞു. യൂറോൺ സിംഹാസനത്തിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഗ്രെഗോർ അവന് നേരെ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. യൂറോൺ നടത്തം നിർത്തി മുകളിലേക്ക് നോക്കി. പക്ഷെ നീ ഒരു യഥാർത്ഥ ഭരണാധികാരിയല്ല, ആണോ? ജെയ്മെ ചോദിച്ചു. യൂറോൺ പുഞ്ചിരിച്ചുകൊണ്ട് പടവുകളിൽ നിന്ന് പുറകോട്ട് നടന്നു. ഗ്രെഗോർ തന്റെ പഴയ സ്ഥാനത്തേക്ക് തിരികെ മാറി. നിങ്ങളൊരു വലിയ രാജ്യത്തിന്റെ രാജ്ഞിയാണ്. നിങ്ങൾക്ക് അയറൺ ഐലൻഡ്സിനെക്കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ല. അത് വെറും പാറകളും പക്ഷിക്കാഷ്ടവും പിന്നെ ഒട്ടും സൗന്ദര്യമില്ലാത്ത കുറേ ആളുകളും മാത്രമുള്ള ഒരിടമാണ്. പക്ഷേ അയറൺ ഫ്ലീറ്റ് അത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. വെസ്റ്ററോസ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നാവികസേനയാണത്. അയറൺ ഫ്ലീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമുദ്രങ്ങൾ സ്വന്തമാക്കാം. കിഴക്കുനിന്നുള്ള ആക്രമണകാരികളെയും വടക്കും തെക്കുമുള്ളവരോടും നിങ്ങൾക്ക് വിജയിക്കാം, യൂറോൺ പറഞ്ഞു. പകരമായി നിനക്കെന്താണ് വേണ്ടത്? സെർസി ചോദിച്ചു. ചെറുപ്പം മുതലേ വലുതാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ 1000 കപ്പലുകളും 2 നല്ല കൈകളുമായി ഞാനിതാ ഇവിടെ നിൽക്കുന്നു, യൂറോൺ പറഞ്ഞു. യൂറോൺ തന്റെ കൈകൾ ഉയർത്തിക്കാണിച്ചു. ജൈമയുടെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. നിന്റെ വിവാഹാഭ്യർത്ഥന ഞാൻ നിരസിക്കുന്നു, സെർസി പറഞ്ഞു. എന്തുകൊണ്ട്? യൂറോൺ ചോദിച്ചു. നിന്നെ വിശ്വസിക്കാൻ കഴിയില്ല. ഇതിനു മുൻപും നീ സഖ്യകക്ഷികളോടുള്ള വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നീ നിന്റെ സ്വന്തം സഹോദരനെ കൊന്നു, സെർസി പറഞ്ഞു. നിങ്ങൾ എന്നെ പെട്ടെന്ന് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ സത്യസന്ധമായ ഉദ്ദേശ്യങ്ങൾക്ക് നിങ്ങൾക്ക് തെളിവ് വേണം. എന്റെ അനുഭവത്തിൽ ഒരു സ്ത്രീയുടെ ഹൃദയത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഒരു സമ്മാനം നൽകുക എന്നതാണ്. വിലമതിക്കാനാവാത്ത ഒരു സമ്മാനം. നിങ്ങൾക്കുള്ള ആ സമ്മാനം ലഭിക്കുന്നതുവരെ ഞാൻ ഇനി കിങ്സ് ലാൻഡിംഗിലേക്ക് മടങ്ങിവരില്ല എന്നു പറഞ്ഞ് യൂറോൺ തിരിഞ്ഞ് ആ വലിയ ഹാളിൽ നിന്നും പുറത്തേക്ക് നടന്നു. വളരെ അകലെ ഓൾഡ് ടൗണിലെ സിറ്റഡലിൽ സാമിന്റെ ജീവിതം ഒരു നരകതുല്യമായ ആവർത്തനമായിരുന്നു. അവിടുത്തെ വലിയ ലൈബ്രറിയിൽ അവൻ പുസ്തകങ്ങൾ അലമാരകളിൽ അടുക്കിവെച്ചു. വലിയ അറപ്പിന്റെയും വെറുപ്പിന്റെയും നിമിഷങ്ങളായിരുന്നു അവന് പിന്നീടുണ്ടായിരുന്നത്. രോഗികളായ മാസ്റ്റർമാരുടെ കിടക്കുകൾക്ക് താഴെ നിന്നും ദുർഗന്ധം വമിക്കുന്ന പാത്രങ്ങൾ അവൻ എടുത്തുമാറ്റി. ഓരോ തവണയും അവൻ ഓക്കാനിച്ചു. അവൻ ആ പാത്രങ്ങൾ ശൗചാലയത്തിൽ കൊണ്ടുപോയി കളയുകയും വൃത്തിയാക്കുകയും ചെയ്തു. വീണ്ടും അവൻ ലൈബ്രറിയിലേക്ക് പോയി പുസ്തകങ്ങൾ അടുക്കിവെച്ചു. അവൻ അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. വൃത്തികെട്ട പാത്രങ്ങൾ കഴുകുക, പുസ്തകങ്ങൾ അടുക്കിവെക്കുക,
ഭക്ഷണം വിളമ്പുക. ഇതായിരുന്നു അവന്റെ ഓരോ ദിവസവും. ഒടുവിൽ അവൻ ലൈബ്രറിയിലെ വിലക്കപ്പെട്ട പുസ്തകങ്ങൾ ഇരിക്കുന്ന ആ വലിയ ഇരുമ്പ് ഗേറ്റിന് മുന്നിലെത്തി. അവൻ ആ ഗേറ്റിൽ പിടിച്ച് ഉള്ളിലേക്ക് നോക്കി. അപ്പോഴാണ് ഒരാൾ ഒരു താക്കോൽ ഉപയോഗിച്ച് അത് തുറന്നു ഉള്ളിലേക്ക് പോകുന്നത് അവൻ കണ്ടത്. ആ താക്കോൽ അവന്റെ കണ്ണുകളിൽ ഉടക്കി. സിറ്റഡലിലെ ആർച്ച്മേസ്റ്ററിന്റെ ലബോറട്ടറിയിൽ എത്തിയപ്പോൾ ആർച്ച്മേസ്റ്റർ മാർവിൻ ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. സാം ആ മേശയുടെ അപ്പുറത്തുനിന്ന് ഭയത്തോടെ അത് നോക്കിനിന്നു. ഒരു മദ്യപാനിയുടെ കരൾ ഇതുപോലെയിരിക്കും എന്നു പറഞ്ഞ് മാർവിൻ ആ കരൾ പുറത്തെടുത്ത് സാമിന് നൽകി. ഇതൊന്നു തൂക്കി നോക്കൂ, മാർവിൻ പറഞ്ഞു. സാം കരൾ ത്രാസിന്റെ ഒരു വശത്ത് വയ്ക്കുകയും മറുവശത്ത് ഭാരം വയ്ക്കുകയും ചെയ്തു. ആർച്ച്മേസ്റ്റർ, ഞാൻ വിചാരിക്കുകയായിരുന്നു, സാം പറഞ്ഞു. എത്രയാണ് ഭാരം? മാർവിൻ ചോദിച്ചു. 147, സാം പറഞ്ഞു. മാർവിൻ ഒരു വലിയ പുസ്തകം തുറന്ന് അതിൽ 147 എന്നെഴുതി. ഞാൻ വടക്ക് കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലൈബ്രറിയിലെ വിലക്കപ്പെട്ട ഭാഗത്തേക്ക് എനിക്ക് പ്രവേശനം ലഭിക്കുമോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു, സാം പറഞ്ഞു. ആ സ്ഥലം മേസ്റ്റർമാർക്ക് മാത്രമുള്ളതാണ്. നീ ഒരു മേസ്റ്ററാണോ? മാർവിൻ ചോദിച്ചു. അല്ല, സാം പറഞ്ഞു. അപ്പോൾ അതത്ര നല്ല ഒരു ചോദ്യമല്ലല്ലോ, ആണോ? മാർവിൻ ചോദിച്ചു. മാർവിൻ ആ മൃതദേഹത്തിന്റെ ഹൃദയമെടുത്ത് സാമിന് നൽകി. സാം അത് ത്രാസിലേക്ക് കൊണ്ടുപോയി. ആർച്ച്മേസ്റ്റർ, ബഹുമാനത്തോടെ പറയട്ടെ, ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, മരിച്ചവരുടെ സൈന്യത്തെ, വൈറ്റ് വോക്കർകളെ. അവരെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് പഠിക്കാനാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. പക്ഷേ സിറ്റാഡലിൽ എന്നോട് സംസാരിക്കാൻ തയ്യാറാകുന്ന എല്ലാവരും ആ വോക്കറുകൾ എപ്പോഴെങ്കിലും ജീവിച്ചിരുന്നോ എന്ന് തന്നെ സംശയിക്കുന്നവരാണ്, സാം പറഞ്ഞു. സിറ്റാഡലിൽ എല്ലാവരും എല്ലാത്തിനെയും സംശയിക്കുന്നവരാണ്. അതാണ് അവരുടെ ജോലി. പക്ഷേ ലോങ് നൈറ്റിനെക്കുറിച്ചുള്ള കഥകൾ വെറും കെട്ടുകഥകളാകാൻ കഴിയില്ല. പരസ്പരം ബന്ധമില്ലാത്ത പല സ്രോതസ്സുകളിൽ നിന്നും ഒരുപാട് സമാനതകൾ കാണുന്നുണ്ട്, മാർവിൻ പറഞ്ഞു. നല്ല കുട്ടിയായി ഇതെല്ലാം വൃത്തിയാക്കൂ എന്നു പറഞ്ഞ് മാർവിൻ അവിടെ നിന്നും പോയി. സാം ആ മൃതദേഹം നോക്കി നിന്നു. രാത്രിയുടെ നിശബ്ദതയിൽ അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരു മേസ്റ്ററിന്റെ മേശപ്പുറത്തുനിന്നും അവൻ ആ താക്കോൽക്കൂട്ടം രഹസ്യമായി എടുത്തു. തുടർന്ന് അവൻ വേഗത്തിൽ ലൈബ്രറിയിലെ വിലക്കപ്പെട്ട ഗേറ്റിന് മുന്നിലെത്തി അത് തുറന്ന് ഉള്ളിൽ കയറി ഗേറ്റടച്ചു. അവൻ അവിടെ നിന്നും ചില പുസ്തകങ്ങളെടുത്ത് തന്റെ സഞ്ചിയിലാക്കി. വിന്റർഫെല്ലിന്റെ മഞ്ഞുവീണ മുറ്റത്ത് വാളുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം മുഴങ്ങി. ബ്രിയനും പോഡ്രിക്കും വാളയേറ്റ് പരിശീലിക്കുകയായിരുന്നു. പോഡ്രിക്കിന് ഒരു അബദ്ധം പറ്റി. ബ്രിയൻ അവനെ വാളുകൊണ്ട് പുറത്തടിച്ചു. അവൻ വേദനയോടെ ഒച്ചവെച്ചു. അവർ വീണ്ടും തുടങ്ങി. അവിടേക്ക് വന്ന ടോർമണ്ട് ബ്രിയനെ തന്നെ വിടാതെ നോക്കിനിന്നു. ബ്രിയൻ അവനെ ശ്രദ്ധിച്ചു. ആ സമയം നോക്കി പോഡ്രിക് അവളുടെ തോളിൽ വാളുകൊണ്ട് തൊട്ടു. ഉടനെ അവൾ അവന്റെ വയറ്റിലിടിച്ച് അവനെ മഞ്ഞിലേക്ക് വലിച്ചെറിഞ്ഞു. ടോർമണ്ട് പോഡ്രിക്കിനെ നോക്കി. നീ ഒരു ഭാഗ്യവാനാണ്, ടോർമണ്ട് പറഞ്ഞു. മുറ്റത്തിന് മുകളിലുള്ള പാതയിൽ നിന്നുകൊണ്ട് പെറ്റിർ ബേലിഷും സൻസായും ഇത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ ഹൗണ്ടിനെ തോൽപ്പിച്ചുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ വളരെ കഴിവുള്ള ഒരു സ്ത്രീയാണ്, പെറ്റിർ പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ലോർഡ് ബേലിഷ്? സൻസ ചോദിച്ചു. നീ സന്തോഷമായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നീ സുരക്ഷിതയായിരിക്കണം, പെറ്റിർ പറഞ്ഞു. ഞാൻ സുരക്ഷിതയാണ്. ഞാൻ എന്റെ വീട്ടിലാണ്, സുഹൃത്തുക്കൾക്കൊപ്പമാണ്. എന്നെ ഉപദ്രവിക്കാൻ വരുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ബ്രിയൻ എന്റെ കൂടെയുണ്ട്, സൻസ പറഞ്ഞു. സന്തോഷത്തിന്റെ കാര്യമോ? നീ എന്താണ് സന്തോഷവതിയല്ലാത്തത്? നിനക്കില്ലാത്ത എന്ത് കാര്യമാണ് നിനക്ക് വേണ്ടത്? പെറ്റിർ ചോദിച്ചു. ഇപ്പോൾ എനിക്ക് വേണ്ടത് സമാധാനവും നിശബ്ദതയുമാണ്, സൻസ പറഞ്ഞു. ബ്രിയൻ പടവുകൾ കയറി മുകളിലേക്ക് വന്നു. പെറ്റിർ എന്തോ പറയാൻ തുടങ്ങി. അവസാന വാക്ക് നിങ്ങളുടേതാക്കാൻ ശ്രമിക്കേണ്ട, ലോർഡ് ബേലിഷ്. അതൊരു ബുദ്ധിപരമായ കാര്യമായിരുന്നെന്ന് ഞാൻ കരുതിക്കോളാം, സൻസ പറഞ്ഞു. തുടർന്ന് സൻസയോട് യാത്ര പറഞ്ഞ് അവൻ പടവുകളിറങ്ങി മുറ്റത്തേക്ക് പോയി. അയാൾ എന്തിനാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്? ബ്രിയൻ ചോദിച്ചു. സൻസ ഒരു നെടുവീർപ്പിട്ടു. നമുക്ക് അയാളുടെ സൈന്യത്തെ ആവശ്യമുണ്ട്. വേലില്ലായിരുന്നെങ്കിൽ റാംസെ ബോൾട്ടൺ ഇപ്പോഴും ഈ കോട്ട ഭരിക്കുമായിരുന്നു. ലിറ്റിൽ ഫിംഗർ നമ്മളെ രക്ഷിച്ചു, സൻസ പറഞ്ഞു. ബ്രിയൻ തലയാട്ടിക്കൊണ്ട് പെറ്റീർ നടന്നുപോകുന്നത് നോക്കിനിന്നു. അയാൾക്കെന്തോ വേണം, ബ്രിയൻ പറഞ്ഞു. അയാൾക്കെന്താണ് വേണ്ടതെന്ന് എനിക്ക് കൃത്യമായി അറിയാം, സൻസ പറഞ്ഞു. റിവർലാൻഡ്സിലെ മരങ്ങൾ നിറഞ്ഞ വനത്തിലൂടെ ആര്യ തന്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ലാനിസ്റ്റർ സൈനികരുടെ ഒരു സംഘം തീക്കാഞ്ഞ് ഇരിക്കുന്നത് അവൾ കണ്ടത്. അവരിലൊരാൾ മനോഹരമായ ഒരു ഗാനം പാടുന്നുണ്ടായിരുന്നു. ആര്യയുടെ കുതിരശബ്ദമുണ്ടാക്കിയപ്പോൾ അവർ അവളിലേക്ക് തിരിഞ്ഞു. അവരിലൊരാൾ എഴുന്നേറ്റു നിന്നു. അതൊരു നല്ല പാട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, ആര്യ പറഞ്ഞു. ഇതൊരു പുതിയ പാട്ടാണ്, സൈനികൻ പറഞ്ഞു. നിനക്ക് വിശക്കുന്നുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ കുറച്ച് മുയലിറച്ചിയുണ്ട്, മറ്റൊരു സൈനികൻ പറഞ്ഞു. ആര്യ കുതിരപ്പുറത്തുനിന്നിറങ്ങി. അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. നീ തെക്കോട്ടാണോ പോകുന്നത്? സൈനികൻ ചോദിച്ചു. കിങ്സ് ലാൻഡിംഗിലേക്ക്, ആര്യ പറഞ്ഞു. പാവം കുട്ടി, സൈനികൻ പറഞ്ഞു. അവരെല്ലാവരും ചിരിച്ചു. അതത്ര മോശപ്പെട്ട സ്ഥലമാണോ? ആര്യ ചോദിച്ചു. നിന്റെ താൽപ്പര്യം പോലിരിക്കും. തെരുവുകളിൽ മുഴുവൻ ചാണകവും പന്നിച്ചോരയും നിറഞ്ഞ സ്ഥലമാണ് നിനക്കിഷ്ടമെങ്കിൽ അതൊരു നല്ല നഗരമാണ്, സൈനികൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട സ്ഥലം, മറ്റൊരുവൻ പറഞ്ഞു. നിങ്ങളെന്താണ് റിവർലാൻഡ്സിൽ ചെയ്യുന്നത്? ആര്യ ചോദിച്ചു. ദ ട്വിൻസിൽ ഫ്രേകളുടെ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് സമാധാനം നിലനിർത്താൻ അയച്ച സൈന്യത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ, സൈനികൻ പറഞ്ഞു.
അപ്പോൾ ഇത്രയും നല്ലൊരു പെൺകുട്ടി എന്തിനാണ് തനിച്ച് കിങ്സ് ലാൻഡിംഗിലേക്ക് പോകുന്നത്? സൈനികൻ ചോദിച്ചു. വീഞ്ഞു കുടിച്ചുകൊണ്ട് ആര്യ വളരെ ശാന്തമായി പറഞ്ഞു. ഞാൻ രാജ്ഞിയെ കൊല്ലാൻ പോവുകയാണ്. സൈനികർ ഒരു നിമിഷം നിശബ്ദരായി. പിന്നെ അവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. മഞ്ഞുവീണു മരവിച്ച റിവർലാൻഡ്സിലെ ഒരു പഴയ കൃഷിയിടത്തിൽ അതിഭയങ്കരമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. സാൻഡോർ ക്ലെഗീൻ, തോറോസ് ഓഫ് മായർ, ബെരിക് ഡോണ്ടാരിയൻ എന്നിവരും ബ്രദർഹുഡ് വിതൌട്ട് ബാനേഴ്സിലെ മറ്റു ചില അംഗങ്ങളും കുതിരപ്പുറത്ത് അവിടേക്ക് വന്നു. രാത്രി കഴിച്ചുകൂട്ടാൻ ഇതൊരു നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു, ബെരിക് പറഞ്ഞു. പകൽ വെളിച്ചത്തിൽ അവർ ആ വീടിനുള്ളിൽ കയറി. അവിടെ മുഴുവൻ അവർ തിരഞ്ഞു. സാൻഡോർ അവിടെ എത്തിയപ്പോൾ മൂലയിൽ കിടക്കുന്ന 2 അസ്ഥികൂടങ്ങൾ അവൻ കണ്ടു. ഒരെണ്ണം വലിയ ഒരാളുടേതും മറ്റേത് ഒരു കുട്ടിയുടേതുമായിരുന്നു. ബെരിക് അവിടെ വന്ന് സാൻഡോറിന്റെ കൂടെ നിന്നു. അവർക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് നിനക്ക് തോന്നുന്നത്? ബെരിക് ചോദിച്ചു. മരണം, സാൻഡോർ പറഞ്ഞു. അവർ പട്ടിണി കിടക്കുകയായിരുന്നെന്ന് ഞാൻ കരുതുന്നു. സ്വന്തം കുട്ടി കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യാതെ അവൻ 2 പേർക്കും ഒരുമിച്ച് അന്ത്യം വരുത്തി, ബെരിക് പറഞ്ഞു. ഈ തീജ്വാലകളിലേക്ക് നോക്കൂ, തോറോസ് പറഞ്ഞു. എനിക്ക് ഈ ശപിക്കപ്പെട്ട തീയിലേക്ക് നോക്കാൻ താൽപ്പര്യമില്ല, സാൻഡോർ പറഞ്ഞു. നീ വെട്ടിവീഴ്ത്തിയ അവനെ ഞാൻ മരണത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നത് നീ കണ്ടതല്ലേ? എനിക്ക് ആ ശക്തി നൽകിയത് എന്താണെന്ന് നിനക്കറിയണ്ടേ? തോറോസ് ചോദിച്ചു. ഞാൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും എന്നോട് പറയാൻ താൽപ്പര്യമില്ല, സാൻഡോർ പറഞ്ഞു. ഞങ്ങൾക്ക് അത് നിന്നോട് പറയാൻ കഴിയില്ല. തീയ്ക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ, തോറോസ് പറഞ്ഞു. സാൻഡോർ തീയുടെ അടുത്തേക്ക് വന്ന് അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. നിനക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? തോറോസ് ചോദിച്ചു. മരങ്ങൾ കത്തുന്നു, സാൻഡോർ പറഞ്ഞു. വീണ്ടും നോക്കൂ, എന്താണ് കാണുന്നത്? തോറോസ് ചോദിച്ചു. സാൻഡോറിന്റെ മുഖം പെട്ടെന്ന് മാറി. മഞ്ഞുകൊണ്ടുള്ള ഒരു മതിൽ. ആ മതിൽ, അവൻ പറഞ്ഞു. പിന്നെന്താണ്? തോറോസ് ചോദിച്ചു. മതിൽ സമുദ്രവുമായി ചേരുന്ന സ്ഥലമാണത്. അവിടെ ഒരു കോട്ടയുണ്ട്, സാൻഡോർ പറഞ്ഞു. തീജ്വാലകൾ വലിയ ശബ്ദത്തോടെ കത്തി. അവിടെ ഒരു പർവ്വതമുണ്ട്. ഒരു അമ്പിന്റെ മൊന പോലെയുണ്ടത്. മരിച്ചവർ അതിലൂടെ നടന്നു പോകുന്നു, സാൻഡോർ പറഞ്ഞു. ബെരിക് എഴുന്നേറ്റ് തീയുടെ അടുത്തേക്ക് വന്നു. ആയിരക്കണക്കിനു പേർ, സാൻഡോർ പറഞ്ഞു. ഇപ്പോഴെങ്കിലും നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ, ക്ലെഗേൻ? നമ്മൾ ഇവിടെ വന്നതിന് ഒരു കാരണമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ബെരിക് ചോദിച്ചു. ഓൾഡ് ടൗണിലെ ഒരു മുറിയിലിരുന്ന് സാം പുസ്തകം വായിക്കുകയാണ്. ഗില്ലി ഒരു മൂലയിലിരുന്ന് ലിറ്റിൽ സാമിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഗില്ലി എഴുന്നേറ്റ് ഒരു പുസ്തകവുമായി മേശയ്ക്കരികിൽ വന്നിരുന്ന് അത് തുറന്നു. ലോങ് നൈറ്റിനെക്കുറിച്ചുള്ള കഥകൾ അവൾ വായിച്ചു. ടാർഗേരിയൻകൾ തങ്ങളുടെ ആയുധങ്ങൾ അലങ്കരിക്കാൻ ഡ്രാഗൺ ഗ്ലാസ് ഉപയോഗിച്ചിരുന്നു. ആദ്യത്തെ മനുഷ്യർ അതെന്തിനാണ് ഉപയോഗിച്ചതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു എന്നു പറഞ്ഞുകൊണ്ട് സാം പുസ്തകത്തിന്റെ താളുകൾ മറിച്ചു. അതിൽ ഒരു കത്തിയുടെ ചിത്രമുണ്ടായിരുന്നു. അവൻ വീണ്ടും താൾ മറിച്ചു. അവിടെ ഒരു ഭൂപടമുണ്ടായിരുന്നു. സാം ആ ഭൂപടം സൂക്ഷിച്ചു നോക്കി. അതെന്താണ്? ഗില്ലി ചോദിച്ചു. ഇത് ഡ്രാഗൺ സ്റ്റോണിന്റെ ഭൂപടമാണ്. വെസ്റ്ററോസ് ആക്രമിച്ചപ്പോൾ ടാർഗേരിയൻകൾ തങ്ങളുടെ ആദ്യത്തെ കോട്ട അവിടെയാണ് പണിതത്, സാം പറഞ്ഞു. കറുത്ത നിറം കൊണ്ട് അടയാളപ്പെടുത്തിയ ഭൂപടത്തിലെ ഒരു ഗുഹയിലേക്ക് സാം വിരൽ ചൂണ്ടി. അത് ഡ്രാഗൺ ഗ്ലാസ് ആണോ? ഗില്ലി ചോദിച്ചു. അതൊരു വലിയ മലയാണ്, മണ്ണിനടിയിൽ. സ്റ്റാനിസ് എന്നോട് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ കരുതിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജോൺ ഇത് അറിയണം എന്ന് പറഞ്ഞ് സാം വേഗത്തിൽ ഒരു പേനയെടുത്ത് എഴുതാൻ തുടങ്ങി. പിന്നീട് സിറ്റാഡിലെ ക്വാറന്റൈൻ സെല്ലുകളിലൂടെ ഒരു വണ്ടിയിൽ പാത്രങ്ങളുമായി സാം നടന്നു. അവൻ ഒരു വാതിലിലെ ചെറിയ പലക തുറന്ന് അതിൽ നിന്നൊരു പാത്രമെടുത്തു വണ്ടിയിൽ വെച്ചു. അവൻ പാത്രമെടുക്കാൻ കൈ നീട്ടിയപ്പോൾ വാതിലിലെ ദ്വാരത്തിലൂടെ ഒരു കൈ പുറത്തേക്ക് വന്ന് ആ പാത്രത്തിൽ പിടിച്ചു. സാം ഭയത്തോടെ പുറകോട്ടു മാറി. ആ കൈ മുഴുവൻ ഗ്രേസ്കേൽ രോഗം ബാധിച്ചിരുന്നു. അത് ജോറ മോർമണ്ടായിരുന്നു. അവൾ വന്നു. ജോറ ചോദിച്ചു. ആര്? സാം ചോദിച്ചു. ഡ്രാഗൺ ക്വീൻ, ഡെനേരീസ് ടോംബോൺ, ജോറ പറഞ്ഞു. ഞാനൊന്നും കേട്ടില്ല, സാം പറഞ്ഞു. സാം അവിടേക്ക് ചെന്ന് ആ പലക അടച്ചു. ദൂരെ വലിയ തിരമാലകൾ അലറിയടിക്കുന്ന ഡ്രാഗൺ സ്റ്റോണിന്റെ തീരത്തേക്ക് ഒരു ചെറിയ വള്ളം അടുത്തുവരികയാണ്. അതിൽ ഡെനേരീസ് ടാർഗേരിയൻ, ടിരിയൻ ലാനിസ്റ്റർ, വാരീസ്, മിസാൻഡെയ്, ഗ്രേവോം എന്നിവരുണ്ടായിരുന്നു. അവർ കോട്ടയിലേക്ക് തന്നെ നോക്കി നിന്നു. അവർക്കു പിന്നിലായി നിരവധി കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നു. അവരെല്ലാവരും വള്ളത്തിൽ നിന്നിറങ്ങി. ഡെനേരീസ് മുന്നോട്ട് നടന്നു. അവൾ മുട്ടുകുത്തി ആ തീരത്തെ മണലിൽ തന്റെ കൈ അമർത്തി. അവൾ ആ വലിയ കോട്ടയെ നോക്കി മണലിലൂടെ മുന്നോട്ട് നടന്നു. മറ്റുള്ളവർ അവളെ പിന്തുടർന്നു. അവർ പടവുകൾ കയറി വലിയ ഡ്രാഗൺ തലകളുള്ള ഒരു ഗേറ്റിന് മുന്നിലെത്തി. 2 അൺസൊലീഡ് സൈനികർ വന്ന് ഗേറ്റ് തുറന്നു. ആ പഴയ കോട്ടയ്ക്കുള്ളിൽ ഒരു വല്ലാത്ത ഭയാനകമായ നിശബ്ദതയുണ്ടായിരുന്നു. ചുവരുകളിൽ ഹൗസ് ബെരേത്തിയോണിന്റെ ചിഹ്നമുള്ള ഒരു വലിയ കൊടി തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഡെനേരീസ് അതിനടുത്തേക്ക് ചെന്ന് അത് വലിച്ചു താഴെയിട്ടു. അവർ വലിയ വാതിലുകൾക്ക് മുന്നിലെത്തി. സൈനികർ അത് തുറന്നുകൊടുത്തു. അവൾ സിംഹാസനമുള്ള മുറിയിലേക്ക് കയറി. ഡെനേരീസ് സിംഹാസനത്തിനടുത്തേക്ക് ചെന്ന് അത് നോക്കി നിന്നു.
ഡെനേരീസ് സിംഹാസനത്തിന് പിന്നിലൂടെ ചേംബർ ഓഫ് ദ പെയിന്റഡ് ടേബിളിലേക്ക് നടന്നു. ടിരിയൻ അവൾക്ക് പിന്നാലെ ചെന്നു. അവൾ ആ മേശയ്ക്ക് അരികിലൂടെ നടന്ന് അതിൽ കൈകൾ സ്പർശിച്ചു. ടിരിയൻ മേശയുടെ മറുഭാഗത്തുകൂടി നടന്ന് ചുവരുകളിലെ ഡ്രാഗൺ കൊത്തുപണികൾ നോക്കിക്കണ്ടു. ഡെനേരീസ് ആ വലിയ വെസ്റ്ററോസ് ഭൂപടം കൊത്തിയ മേശയുടെ ഒരറ്റത്ത് നിന്നു. അവൾ ആ മേശയിലേക്ക് സൂക്ഷിച്ചു നോക്കി. നമുക്ക് തുടങ്ങാമോ? അവൾ ചോദിച്ചു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.